പണ്ട് മുതലേ വീട്ടിൽ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ട് വളർന്നുകൊണ്ടിട്ടായിരിക്കാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ ചെറുതിലേ മുതലേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. ഒരു പ്രായത്തിൽ തന്നെ ഞാൻ ഒരുപാട് കുട്ടികളെ ട്യൂഷൻ എടുത്തും ട്യൂഷൻ സെൻറ്ററിലൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തും ഒക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു കേട്ടോ. പ്രവാസിയുടെ മക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഭയങ്കരമായിട്ടും പണക്കാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം, ലക്ഷറി ലൈഫായിരിക്കാം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ലക്ഷറി ലൈഫോ കാര്യങ്ങളോ ഒന്നും നമ്മളങ്ങനെ ഇതായിട്ടില്ല കേട്ടോ. പപ്പ അയക്കുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം കൊണ്ട് തന്നെയാണ് കേട്ടോ അന്നും ഇന്നും ഞങ്ങൾ ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ ജീവിച്ചു വന്നിരുന്നത്. പാപ്പയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു നല്ലൊരു വീട് പണിയുക എന്നുള്ളത്. പാപ്പയുടെ കുടുംബത്ത് തന്നെ പാപ്പ നല്ലൊരു വീട് പണിതു കേട്ടോ. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ചതിലും വലിപ്പം ഒരുപാട് അങ്ങ് കൂടിപ്പോയി. ഒരു പാപ്പയുടെ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും നമ്മളെടുത്ത ലോണുകളൊന്നും തിരിച്ചടക്കാനാകാതെ ആ വീട് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ആ വീട് ഞങ്ങൾ വിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. പെട്ടെന്നുള്ള വിൽപ്പന ആയതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടത്തിലാണ് കേട്ടോ നമ്മൾ ആ വീടന്ന് വിറ്റത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. പിന്നീട് നമ്മൾ പണയത്തിനും അതിനുശേഷം നമ്മൾ വാടകക്കുമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ പോയി കേട്ടോ. ആ സമയത്താണ് ഞങ്ങളുടെ വാപ്പാക്ക് വലിയൊരു അപകടം ഉണ്ടാകുന്നത് കേട്ടോ. അതിൽ നിന്നൊക്കെ വാപ്പ റിക്കവറായി വന്നു. അങ്ങനെ കുറേ നാൾ വാപ്പാക്ക് പണിക്കൊന്നും പോകാത്ത ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും വാപ്പ പ്രവാസ ലോകത്തിലേക്ക് പോയെങ്കിലും അധികം മെച്ചമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെയൊക്കെ അത്യാവശ്യം വാപ്പ പഠിപ്പിച്ചു. ഞാൻ ഇത്രയും പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രവാസി അല്ലെങ്കിൽ പ്രവാസിയുടെ ഭാര്യ, പ്രവാസിയുടെ മകളെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈലായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സെറ്റിലായിട്ടുള്ള ജീവിതമായിരിക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെപ്പോലെ ആ ഒരു ജീവിത സാഹചര്യത്തിലൊക്കെ ജീവിച്ചു വരുന്ന പ്രവാസികൾക്ക് തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ശേഷം എനിക്ക് +2 കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ ഒരു ജോലിയിലോട്ട് കയറിയായിരുന്നു. എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളുടെ ആ ഒരു ജീവിത സാഹചര്യം കൊണ്ടിട്ട് ഒരുപാട് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളമായിരുന്നാൽ പോലും എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തും അല്ലാത്തുള്ള ജീവിതത്തിലൊക്കെ എൻ്റെ വീട്ടുകാരെ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു കേട്ടോ. എൻ്റെ പാപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് ഒരു നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത്. ആ ഒരു ആഗ്രഹം എന്നിലൂടെ സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം പാപ്പ അത്രത്തോളം ആഗ്രഹിച്ചതായിരുന്നു. പാപ്പക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒന്ന് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നറിയില്ല. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അതിനുള്ള യാത്രയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ എൻ്റെ കൂടെ വേണം. എന്നാലേ എനിക്ക് ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഹായ്, നമസ്കാരം. എന്താ ഇവൻ്റെ ഈ പല്ല് കണ്ടോ? പല്ല് കാണിച്ചു കൊടുത്തപ്പോൾ പല്ല് നന്നായിട്ട് കാണിച്ചു കൊടുക്കും. എൻ്റെ ഈ പല്ല് കണ്ടോ? പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കാൽസ്യവും അയണും ഒക്കെ കഴിക്കാൻ വേണ്ടി തരും. പക്ഷെ നമ്മൾ മടി കാരണം പലരും അത് കഴിക്കാൻ മടിക്കാറുണ്ട് അല്ലേ. നമ്മൾ അങ്ങനെ കഴിക്കാതിരുന്നാലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ. മാത്രമല്ല നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടാകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാൽസ്യവും അയണും ഒക്കെ കഴിക്കാൻ. അയൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അയണും ഞാനങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ HP ഭയങ്കര കുറവാണ്. കാൽസ്യം, മുട്ടുവേദന, കാലുവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു ലേഡീസോ ഇല്ലെങ്കിൽ സിസ്റ്റേഴ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്ക് ഉപകാരപ്പെടട്ടെ. ഓക്കെ, ബൈ.